ആഷിഖ്, കഴിഞ്ഞ കുറേയധികം ദിവസമായി ചർച്ചയിൽ നിൽക്കുന്ന ഒന്നാണ് വിഭജികയും കുട്ടിയുടെയും മരണം അല്ലെങ്കിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം. നിതീഷ് എന്ന് പറയുന്ന ആളുടെ രതിവൈകൃതവുമൊക്കെ. ഈ വിഷയത്തിൽ ഏറ്റവും ഒടുക്കം ലഭ്യമാകുന്ന വിവരം, കുട്ടിയുടെ ശവസംസ്കാരം ഷാർജയിലും വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല, രക്ഷിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു നാട്ടിൽ കൊണ്ടെത്തിച്ച് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല, കൊലപാതകമാണ് എന്നാണ് തങ്ങളുടെ അറിവ്, അല്ലെങ്കിൽ അങ്ങനെ തങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതിന് കൂടുതൽ തെളിവുകൾ വേണം, അല്ലെങ്കിൽ അതിൽ അന്വേഷണം ആവശ്യമുണ്ടെന്നായിരുന്നു ഈ വിഭജിയുടെ അമ്മ ശൈലജ ഉൾപ്പെടെയുള്ള നിലപാട്. എന്തായാലും ഇന്നലെ അവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. അതിലവർ പറഞ്ഞത് അവിടുത്തെ നിയമത്തിൽ വിശ്വാസമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതോട് നടത്തേണ്ടതില്ല, പക്ഷേ നാട്ടിലേക്ക് വിഭജിയുടെ മൃതദേഹം കൊണ്ടുവരും. മാത്രമല്ല, കുട്ടിയുടെ മൃതദേഹം അവിടെ സംസ്കരിക്കാൻ നിതീഷിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനത്തോട് ഐക്യപ്പെടുന്നു എന്നാണ്. ഇന്ന് എനിക്ക് പക്ഷേ ഇതൊന്നുമല്ല ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇതിൽ ഞാൻ വിഭജികയുടെ വീട്ടുകാരെ കൂടി കുറ്റപ്പെടുത്തുകയാണ്. കാരണം ആഷിഖ്, ഇത് ആദ്യമായല്ല ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ വിവാഹം കഴിച്ചു വിട്ടതിനെ തുടർന്ന് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഏറ്റവും അങ്ങേയറ്റം അനുഭവിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നത്. നോക്കൂ, വിഭജികയുടെ അമ്മ വിഭജിക മരണപ്പെടുന്നതിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുന്ന കുറേയധികം സത്യങ്ങളുണ്ട്. തൻ്റെ മകൾ നിരന്തരമായി ദേഹോപദ്രവം ഏൽക്കപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. നിതീഷിന് രതിവൈകൃതമുണ്ടായിരുന്നു. നിരന്തരമായി നിരവധിയായ സ്ത്രീകളുടെ ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, വിഭജികയുടെ ഭർത്താവ് മാത്രമല്ല, വിഭജികയുടെ അമ്മായി അച്ഛൻ ഇവളെ അധിക്ഷേപിച്ചിരുന്നു, ലൈംഗികമായി അധിക്ഷേപിച്ചിരുന്നു, അടക്കമുള്ള അവഹേളിച്ചിരുന്നു, ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള നിരന്തരമായി നമുക്കൊരിക്കലും കേട്ടാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള കഥകളാണ് ഈ സ്ത്രീ പറയുന്നത്. നോക്കൂ, ഒരാൾ മരിക്കേണ്ടി വരുമോ ഇതൊക്കെ പുറത്തു പറയാൻ? അല്ലെങ്കിൽ മാത്രമല്ല, ഷാർജയിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി നിതീഷിനെ അറേഞ്ച്ഡ് മാരേജ് ആണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിൽ അതൊക്കെ പോട്ടെ, ഇവനെ പിന്നെയായിരിക്കും കാര്യം, ആളെ അളന്നും തുരന്നും നോക്കാനൊന്നും പറ്റില്ല, അടുത്തറിയുമ്പോഴായിരിക്കും യഥാർത്ഥ സ്വഭാവം അറിയുന്നത്. പക്ഷേ ഇത്രയും അധികം സബ്മിസീവായ ഒരു വൈഫായ വിഭജിക, കാര്യം ഭർത്താവിന് എത്ര അവിഹിതമുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നെങ്കിലും കാലത്ത് തന്നെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചു, തലമൊട്ടയടിപ്പിച്ചു, അനിയത്തിയിൽ അത്രയും സൗന്ദര്യം, അനിയത്തിക്ക് സൗന്ദര്യം പോരാ, അതുകൊണ്ട് ഇവളെ വികൃതയാക്കി ബെൽറ്റ് കഴുത്തിലിട്ട് മർദ്ദിച്ചു. നോക്കൂ, ഇതൊക്കെ സിനിമയിൽ കാണുന്ന അല്ല, യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഇതൊക്കെ ഇവരുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു ആഷിഖ്. അങ്ങനെയാണ് ഇവർ മരണം കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകം എന്ന് പറയുന്നത് രക്ഷിക്കാമായിരുന്നൊരു മരണമല്ലായിരുന്നു. അല്ലെങ്കിൽ വിഭജിക ഇന്ന് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ആദ്യം ഇതിൽ പരിശോധിക്കാൻ. കാരണം ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ എങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ ആദ്യം കേൾക്കുക HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സ്വന്തം ജീവിതത്തിൽ ഒരു പരാജയമായി പോയോ എന്ന് വേണം നമുക്കിതിൽ എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ വിഭജിക മനുഷ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഭജികയുടെ കുടുംബക്കാരാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്രയും ഒരു പ്രതിസന്ധികൾ ആ സ്ത്രീ അവിടെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എല്ലാം കയ്യും കെട്ടി നോക്കി നിന്ന് എല്ലാം ഭർത്താവ് പറയുന്നത് കേട്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ഈ കുടുംബത്തിൽ ഉണ്ടായത് എങ്കിൽ അവരെല്ലാം പ്രതികൾ തന്നെയാണ്. എന്നിട്ട് അവസാനം മരണത്തിലേക്ക് തള്ളിവിട്ട് അവസാനം നിതീഷ് ഹസ്ബൻഡ് കൊന്നു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഹസ്ബൻഡ് ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുകയല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ അത് നോക്കി നിന്ന ഇവരും തെറ്റുകാരാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, കണ്ടിന്യൂസ് ആയി ഇത്രയും ദിവസങ്ങളായി വിഭജിക അവിടെ ക്രൂരമായി ഓരോ പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും കൈ കെട്ടി നോക്കി നിന്നത് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ നിതീഷിന്റെ ഓരോ വൈകൃതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിതീഷ് മറ്റുള്ള സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്ന രീതി, മറ്റുള്ള സ്ത്രീകളുടെ അടിവസ്ത്രം വരെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വൈകൃതമുള്ള ആളായിരുന്നു എന്ന് വിഭജിക പറയുകയാണ്. അത്തരത്തിലൊക്കെ ഒരു അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം പോലും സ്വന്തം ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും ഷാർജയിൽ അവന്റെ കൂടെ കഴിയാൻ ഈ വിഭജികയെ അനുവദിച്ചത് എന്ന് വേണം നമുക്ക്. മാത്രമല്ല, ഇത്രയും അധികം സ്ത്രീധനവും ലക്ഷക്കണക്കിന് റുപ്യയും കൊടുത്തിട്ടാണ് ഈ പെണ്ണിനെ കെട്ടിച്ചു വിട്ടിട്ടുള്ളത്. അപ്പൊ എന്നിട്ടും അത് പോരാ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് മനസ്സിലാവുന്നില്ല ആഷിക്ക്. അതായത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്കൊരു, അല്ലെങ്കിൽ ഈ കുടുംബത്തിനൊരു അബദ്ധം പറ്റി, തിരികെ കൊണ്ടുവരികയല്ലേ വേണ്ടത്? സമൂഹം എന്ത് വിചാരിക്കും? മാനാഭിമാനം നോക്കിയിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ
കൊന്ന് ഇനി അത് ഞാൻ പറഞ്ഞത് മർഡർ ആണെങ്കിൽ തന്നെയും ഇവരുടെ കയ്യിലെ ചോരമായ മാറില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും അർത്ഥത്തിൽ ഈ വിഭജികയുടെ വീട്ടുകാർക്കും ഇതിൽ നിന്നുണ്ട്. അപ്പോൾ ഷാർജയിൽ അവർ അമ്മ പോകുന്നു, കരഞ്ഞു, അവരുടെ വേദന, വിഷമം ഇതൊക്കെ മനസ്സിലാകും. പക്ഷേ ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെ എത്രയോ ഇൻസിഡൻസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. എത്രയോ സ്ത്രീധന കൊലപാതകങ്ങൾ. ഇപ്പം വിസ്മയ കേസ് ഇതുപോലൊന്നാണ്. അതുപോലെ ഷൈനിയും മക്കളും ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെയൊക്കെ സമൂഹത്തെ പേടിച്ച് വീട്ടുകാർ ഇവരെ മാറ്റി നിർത്തുകയും എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഇത് ശരിയാകും എന്ന് വിചാരിച്ചിട്ടുമാണ് ഏതെങ്കിലും ഒരു പ്രോപ്പർ ചാനലിൽ കൂടി ഒരു മീഡിയേഷനിലോ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുറച്ച് നാൾ നാട്ടിലേക്ക് വന്ന് നീ നിൽക്ക്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു രീതിയിൽ പോലും ഒരു ടേക്ക് എടുക്കാൻ, ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. ഞങ്ങൾ ഇത്രയുമൊക്കെ ചെയ്തിട്ട് പോലും വിഭജിക സമ്മതിക്കാത്തത് കൊണ്ടാണ് ബന്ധം ഒഴിവാകാതിരുന്നതെന്ന് ഇവർക്ക് പറയാൻ പറ്റണം. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ നടത്തുന്ന ഈ കരച്ചിലിന് കുറച്ചുകൂടി വിലയുണ്ടായേനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിനെ, എനിക്ക് 1.5 വയസ്സുള്ളൊരു കുട്ടീനെ തൊട്ടിലിൻ്റെ കയറിൽ തൂക്കിക്കൊല്ലുക എന്ന് പറയുക എന്ന് പറയുന്നത് എത്രയോ ഭീകരമായ, ആ സ്ത്രീ എത്രയോ ഭീകരമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനൊരു അവസ്ഥയിലൂടെ അവരെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇവിടെയുള്ള എല്ലാം ഈ സമൂഹം ഇറ്റ്സെൽഫ് അതിന് ഉത്തരവാദികളാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ വിഭജിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഷവർമ്മ വായിൽ കുത്തി കയറ്റിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത്തരത്തിലുള്ള മൃഗീയമായ പീഡനങ്ങൾ അവിടെ അനുഭവിച്ചു എന്ന് സ്വന്തം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ തുടരണ്ട, തിരിച്ച് നാട്ടിലേക്ക് വാ, ഞാൻ ടിക്കറ്റ് എടുക്കാം, ഉടനെ തന്നെ അവിടുന്ന് തിരിക്കാൻ എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവർക്ക് പോകാമായിരുന്നല്ലോ. തീർച്ചയായും ഇവർക്ക് അങ്ങോട്ട് പോവാം. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം കൊടുത്ത ആളുകൾക്ക് ഒരു ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത്രയും ആർഭാടത്തോടു കൂടി തന്നെയാണ് അവരുടെ കല്യാണം എല്ലാം നടത്തിയിട്ടുള്ളത്. ഇന്നും ഈ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള സ്ത്രീധനം കൊടുക്കുന്ന കാര്യം ഇത്രയും എന്താ പറയാ, ഇത്രയും നിയമപരമായി നിരോധിച്ചിട്ടും അത് സ്ത്രീയെ കൊന്ന് നരകത്തിൽ എത്തിക്കുമെന്ന് അറിയാമെങ്കിലും ഇവർക്കിതൊന്നും പോരാ. സ്ഥിരമായി വാർത്തകൾ വന്നിട്ട് സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു കുടുംബം കടക്കുന്നത്? സ്ത്രീധനം ഇനിയും കൊടുക്കാൻ, ഇപ്പോൾ നമുക്കൊരു ഭാവിയിൽ ഒരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ സ്ത്രീധനത്തെ സപ്പോർട്ട് ചെയ്യില്ല. സ്ത്രീധനം എന്ന വാക്ക് കേട്ടാൽ പടിക്ക് പുറത്ത് എന്ന രീതിയിലേക്കെല്ലാം നമ്മളുടെ മനസ്സൊക്കെ മാറിക്കഴിഞ്ഞു. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു പരാതി പോലും കൊടുക്കാതെ വായ അടച്ചിരിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് എന്ന് വേണം നമുക്കിതിൽ ആദ്യം ചോദിക്കാനുള്ളത്. കാരണം അത്രയും പ്രശ്നങ്ങൾ നടക്കുക, സ്ത്രീധനത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നു എന്നൊരു കേസ് പോയാൽ മതി, അത് വളരെ ഗൗരവത്തിൽ തന്നെ ഈ സർക്കാർ എടുക്കും. കാരണം അത്രയും പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കോടതിയിലൊക്കെ എത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഷാർജ പോലൊരു സംവിധാനത്തിൽ ഡൊമസ്റ്റിക് വയലൻസിനൊക്കെ കൃത്യമായിട്ട് നിലപാടുകൾ, നിയമങ്ങൾ എടുക്കാം. പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ നടത്തിയിട്ടില്ല. എന്തൊരു പ്രതിസന്ധി ആ വിഭജിക അവിടെ അനുഭവിച്ചോ അതിനൊന്നും നീതി എന്ന് പറയുന്ന സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതറിയുന്ന ഫാമിലി പോലും മൗനം പാലിച്ചതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്.